എന്നെ ഒരിക്കലും വണ്ടി വാങ്ങിച്ചിട്ട് ഓവറായിട്ട് മോഡിഫൈ ചെയ്യാൻ നിൽക്കൂല. ഈ പ്രത്യേകിച്ച് BMW വേഗം വാങ്ങിച്ചിട്ട് വിറ്റ് കളയും. കുറേ ടൈം എടുത്ത് ഞാൻ വെച്ച് ഓഡിയും കൂടി വാങ്ങാൻ. ഓഡിയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പ്ലേസ് ക്ലോസ് ആയി. ഇപ്പോൾ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളിന്ന് പിന്നെയും കാർ ഡീലർഷിപ്പ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ കണ്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഗെയിമിൽ വന്നപ്പോൾ തന്നെ കൊണ്ട് കച്ചറ കിട്ടിന് നമ്മുടെ ഓഫീസിൽ. ആരാന്ന് ഇതിൻ്റെ അടുക്കെല്ലാം കച്ചറ കൊണ്ട് വരുന്നു. ഇതുവനും കോക്കക്കോളൻ്റെ കാരണം അടക്കെല്ലാം കൊണ്ടുപോയിട്ട് വരും. മറ്റേ ബാഗെല്ലാം നിറച്ചിട്ട് വേണ്ടിയിട്ടിടുന്ന പോലെ. പിന്നെ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഓഫീസിന് ഓപ്പൺ ചെയ്യണം. ഓഫീസ് ക്ലോസ്. എന്നിട്ട് ഒരു വണ്ടി എടുക്കാം. ലാസ്റ്റ് ഇവിടെ നമ്മളൊരു സിവിക്ക് വാങ്ങിച്ച് ഫുള്ള് മോഡിഫൈഡ് വിറ്റനായിരുന്നു. അതിനെ കൊണ്ട് നമുക്ക് നല്ല പൈസയും കിട്ടീന്. നമ്മൾ പറഞ്ഞ പൈസക്ക് തന്നെ ഈ വണ്ടി വിറ്റ് പോവുകയും ചെയ്തത്. സോ നമുക്ക് ഇനി കാറിന് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആൻ സൈഡ് കാണിക്കുന്നുണ്ട്. സോ അവിടെ പോകാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ കാർ മാർക്കറ്റ് പ്ലേസിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. ഒരു പഴയ ഒരു കാറുണ്ട്, ഏതാണെന്നറിയില്ല. കുറച്ച് മസിൽ കാർ ലുക്കുള്ള ടൈപ്പ്. പിന്നെ ഇവിടെ ഒരു ഓഡി ഉണ്ട്, ഫെറാറി, പിന്നെ ഒരു ഓഡി. ഏതാ വണ്ടിന്ന് അറിയില്ല, ഇത് പഴയ വണ്ടിയാ. കോട്ടെ ലോഡ് എസ്കോർട്ട് ക്ലാസ് നമ്മൾ മുന്നേ കണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിലോട്ടിയോ കണ്ടിന്യൂ വണ്ടി. ഓക്കെ, മസ്റ്റാങ് ഉണ്ട്. മസ്റ്റാങ് എത്രയാ? നല്ല പൈസ ഉണ്ടോ? വാങ്ങാൻ പറ്റില്ല, ഉറപ്പാ. 23 ഉള്ളൂ മസ്റ്റാങ്. ഓക്കെ, പൈസ കുറവാ. നല്ല ഡാമേജ് ആയിരിക്കും വണ്ടി. സ്കോഡ ഉണ്ട്. സ്കോഡ എങ്ങനെയാ? സ്കോഡക്ക് മസ്റ്റാങ്ങിനേക്കാളും വിലയാ. എങ്ങനാ? ഓക്കെ, പിന്നെ ഒരു സ്കോഡ ഉണ്ട്. ഒന്നും കൂടെ നോക്കട്ടെ. ഇതിനും അതേപോലെ. ഇതെങ്ങനെ ഇത്ര പൈസ വരുന്നു ഇവർക്ക്? ഒരു സൂപ്പറ ഉണ്ട്. സൂപ്പറ നോക്കാം. ഇങ്ങനെ ഇരിക്കുന്ന എന്ത് ബോഡി കിറ്റാറ്റോട്ടാല വണ്ടിയിൽ. ഓക്കെ, 72 ഭയങ്കര കൂടുതല. ഓക്കെ, ഇവിടെ ഒരു മേഴ്സിഡീസ് ഉണ്ട്. ഇത് നല്ല പൈസ ഉണ്ടാവും, ഉറപ്പാണ്. 1 ലക്ഷം. ഓൾമോസ്റ്റ് 88. ഓക്കെ, ഒരു BMW ഉണ്ട്. ഇതും നല്ല പൈസ ഉണ്ടാവും. അല്ല, ഇത് കുറവാ. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം 10. പക്ഷെ മോഡിഫൈ അതിന് പൈസ ഉണ്ടാവൂല. പിന്നെയുള്ളത് ഈ വണ്ടിക്ക് പൈസ വെച്ചിട്ടില്ലല്ലോ. 90. ഓക്കെ, നല്ല വണ്ടിയാന്ന് തോന്നുന്നു. പഴയ മസിൽ കാറിലാണ്, നല്ല പൈസ ഉണ്ട്. ഓക്കെ, ഇതും 10 തന്നെയായിരുന്നു. സോ നമുക്ക് ആദ്യം ഒരു BMW വാങ്ങാം, എന്നിട്ട് ഇതിനെ വിൽക്കാം. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഓഡിനെ വാങ്ങാൻ നോക്കാം. ഓക്കെ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് ഒരു BMW സീരീസ് 1 എന്ന് പറഞ്ഞ. ഓക്കെ, കുറച്ച് ഡാമേജ് ആണ്. ചിലൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടി വരും. പൈസ അത്ര ഒന്നുമില്ല മോഡിഫൈനില്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഓക്കെ, നോസ് ഉണ്ട് ഈ വണ്ടിക്ക് ആദ്യം ഇൻസ്റ്റാൾഡ് ആയിട്ട്. ഓക്കെ, അത് നല്ല കാര്യം. ഓക്കെ, നോസ് അടിച്ചിട്ട് പോവാ. ഓക്കെ, 120 എത്തി. അടിച്ച് പൊളിഞ്ഞ വണ്ടി. ഫുള്ള് പൊട്ടിയിട്ടുണ്ടോ? അത്ര സ്പീഡിൽ വണ്ടി അടിച്ച്. ഓക്കെ, റിപ്പയർ ചെയ്യാൻ കുറേ പൈസ പോകും. ഇതാരാ? ആരോടെ ഇരിക്കുന്നുണ്ട്. പെഗാറ്റാൻ തോന്നുന്നു. ഞാൻ നോക്കാം ആദ്യം വണ്ടീനൊന്ന് റിപ്പയർ ചെയ്യട്ടെ. ഇതൊരു കൊണ്ടുവന്നേ. റിവേഴ്സില് വാ. ഓക്കെ, ഓൾമോസ്റ്റ് $1,000. ഇത്രയും പൈസയാ. നമുക്കതൊരു ഇയാളെ കണ്ടിട്ട് ഇതാരോ ഹോംലെസ്.
ഓക്കെ, നമുക്ക് ഇയാളെ ഹയർ ചെയ്യാൻ പറ്റുമോ? വീക്ക്ലി $500 കൊടുക്കണം. കൂടുതലാണ് വേണ്ടത്. ഇപ്പം അത്ര പൈസയില്ല നമ്മളതിൽ. ഞാൻ ഈ വണ്ടി റിപ്പയർ ആയിട്ട് നിങ്ങളെ കാണാം. ഓക്കെ, വണ്ടി ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. കാറിൽ കയറട്ടെ. അടിപൊളി റിപ്പയർ ആയി. ഓക്കെ, എന്ന് വണ്ടിയിൽ അലോയ്സ് ചേഞ്ച് ചെയ്യണം. അലോയ്സ് അത്ര രസമില്ല, ബാക്കിയെല്ലാം അത്രയും പൈസ എനിക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കട്ടെ, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യും. ഓക്കെ, മോസ്റ്റ്ലി സാധനം ഇൻസ്റ്റാൾഡ്. അത് എത്ര പൈസ ഉണ്ടായിരുന്നു വണ്ടിക്ക്? ഓക്കെ, എന്നാലും കുറവായിരുന്നു. ലൈറ്റ് ഒന്നും മാറ്റുന്നില്ല. നമ്പർ പ്ലേറ്റ് ഒന്നുള്ള ചേർന്നോട്ട്. ഓക്കെ, കംപ്ലീറ്റ് $30 ഉള്ളൂ. ഓക്കെ, കാലിഫോർണിയ ഇത് അലോയ്സ് ഏറ്റവും പൈസ നല്ല കുറവുള്ളതാണ്. അധികം ഇതിൽ പറ്റൂല. ഓക്കെ, ഇത് BMW തന്നെ വീൽസ് ആണെന്ന് തോന്നുന്നു. നടുക്ക് നീല ലൈറ്റ്. പക്ഷെ അതിന് 5000 വരുന്നുണ്ട്. സോ അത് വാങ്ങാൻ പറ്റില്ല. 3000 വരുന്നു. ഏറ്റവും കുറവ് ഇത് വാങ്ങുന്ന. ഓക്കെ, ഈ വീൽസ് ഇട്ടിട്ടുണ്ട്. വേറെ വീലൊന്നും ഇടാൻ പറ്റൂല. സ്റ്റാർട്ടാക്കട്ടെ. ഓക്കെ, ഇനി ഒന്ന് വണ്ടീൻ്റെ കളറ് ചേഞ്ച് ചെയ്യണം. ഇതൊന്ന് പെട്രോൾ അടിച്ച് വണ്ടി കഴുകിയിട്ട് നേരെ ഷോറൂം കൊണ്ടേ വിൽക്കാനിടാം. ഓക്കെ, ഞാനൊരു ഗ്രീനാ സെലക്ട് ചെയ്ത്. വേറെ ഒന്നും അത്ര രസമുള്ള തോന്നിയിട്ടില്ല. ഇതും കുഴപ്പമില്ല, അത്ര നല്ലതല്ല. പക്ഷേ എന്നാലും ഇട്ടേക്കാം. നമുക്ക് പോയിട്ട് വണ്ടിയിൽ ഒന്ന് കഴുകണം. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാം. സർവീസ് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ക്ലീൻ. പിന്നെ എന്നെ കഴുകും മാറി. ഓക്കെ ഓക്കെ, സെറ്റ്. ഇവൻ കുളിക്കും കൂടെ അന്യം കുളിപ്പിക്കൊടുക്കും. പുറത്തും ചെല്ലി ഇവരോട് തുറന്നോ. ഓക്കെ, എത്ര വർഷം വേഗം ക്ലീൻ ചെയ്തോ. എനിക്ക് പണിയുണ്ട്. വേഗം പോയിട്ട് ഈ വണ്ടീനെ വിൽക്കണം. വേണം പൈസ ഉണ്ടാക്കി. ഇതെന്തായാലും ഒരു 20-30 പോകണം. 30,000. കാരണം അത്രയും പൈസക്ക് മേടിച്ച വണ്ടിയാണ്. 10 മേടിച്ച് കുറേ ഇതെല്ലാം ചെയ്തിട്ട് എന്തായാലും 13,000 എന്തായാലും പോയ എൻ്റെ. എനിക്കാന്ന് വെച്ച് ആദ്യം സ്റ്റാർട്ട് അമർത്തിയിട്ട് ബട്ടൺ എന്തോ ക്ലിക്ക് ചെയ്ത് തോന്നുന്നു. ഓക്കെ, ബാക്കി നേരെ പോയിട്ട് വണ്ടിയിലെ വിൽക്കാനുണ്ട്. അലോയ്സ് കുഴപ്പമില്ല, നല്ല രസമുണ്ട് ഈ വണ്ടിക്ക് ഈ അലോയ്സ്. ഓക്കെ, രാത്രിയായി. ഇനി ഈ വണ്ടി കൊണ്ട് ഇട്ടിട്ട് ഞാൻ കുഴപ്പമില്ല, ചെറിയ ഡാമേജ് അല്ലേ ഇട്ടേ. നാം വേഗം വണ്ടിയിലെ ഇവിടെ നിർത്തിയിട്ടിട്ട് ഉറങ്ങിയിട്ട് നിങ്ങൾ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്, അടുത്ത ദിവസമായി. ഇനി നമുക്ക് വേഗം പോയിട്ട് ഈ വണ്ടീനെ വിൽക്കണം. നമ്മള് പുതിയ ശരിക്കും കൊണ്ടുപോയിട്ട് കന്നിൻ്റെ കാണും. ഇതോ സോഡേൻ്റെ കാര്യം പിന്നെയും പറയാം. ആരെങ്കിലും വെറുതെ ഇട്ടിട്ട് പോകുന്നായിരുന്നു. ചാക്കാണെങ്കിലും നിറച്ചിട്ടൊരു ബാഗിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടൊന്ന് വേണ്ടിയിട്ടല്ലേ. ഇവിടെ ആരോ കൊണ്ട് നമ്മളെ റെയിൽവേയിൽ ഒരു വേണ്ടിയിട്ട് ചെയ്ത് നമ്മളെ റെപ്യൂട്ടേഷൻ പോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വണ്ടി ചെറുങ്ങനൊരു ഡാമേജ്. ഇത് ഈ സൈഡിലത്തെ ഫെൻഡർ ഡാമേജ് ആയി. ചെറുങ്ങനെ കുഴപ്പമില്ല, ചെറുങ്ങനെയല്ലേ. ഞാൻ ട്രക്ക് ഇടാ. എന്തോ ടോ ട്രക്കാന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ വേഗം പോയിട്ട് വീട്ടിന് കൊണ്ടുപോയിട്ട് ഇടട്ടെ വെബ് പേജില്. ഒരു 30 ഇടണം. 30,000. എന്നാലും അത്രയും പൈസ ചെലവായി വണ്ടിക്ക്. ചെറുങ്ങനെ ഒരു തട്ട കെട്ടിയിട്ടുള്ളൂ, അത് വലിയ പ്രശ്നമൊന്നുമല്ല. ഓക്കെ, എനിക്കിപ്പോൾ അതിന് ഞാൻ കുറേ നേരം ഇവിടെ കാത്തിരിക്കുന്ന ആൾക്കാരാ. ഇവിടെ ഈ സാധനം ഈ തുറക്കണോ ഓപ്പൺ ആക്കണോ?
ഞാൻ കുറെ നേരം കസ്റ്റമർ വരും വെച്ച് കാത്തിരിക്കും. ഓക്കെ, അത് ഓപ്പൺ ആക്കേണ്ട സാധനം ഇനിമില്ല, അത് ഓർമ്മിക്കണം, അത് ഓപ്പൺ ആക്കണം. ഓക്കെ, ഫൈനലി ഒരു കസ്റ്റമർ വന്ന്. ഓക്കെ, എത്രയില്ല സെയിം പ്രൈസ് എടുക്കുക. അവള് നല്ല പൈസകൾ കിട്ടുന്നവരുണ്ട്. 13,000 ഞാൻ ഈ വണ്ടി ബാക്കിന് ഇല്ലല്ലോ, പറ്റൂല. എനിക്ക് നല്ല പൈസ വേണം. എന്തായാലും 20-ൻ്റെതായ വിൽക്കാനുള്ള ഇതില്ല. ഓക്കെ, നമ്മളതിൽ കുറച്ച് സ്കിൽ പോയിന്റ്സ് ഉണ്ട്, 2 സ്കിൽ പോയിന്റ്സ് ഉണ്ട്. അതിനെ കൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനും പറ്റും, പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മളെ വണ്ടി ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പിന്നെ വണ്ടിയുടെ ഡാമേജ് പാർട്സ് എല്ലാം കാണാൻ പറ്റും തോന്നുന്നു. ഓക്കെ, അപ്പം ബാർഗെയിൻ ആണ് കൂടുതൽ വേണ്ടത്. ബാർഗെയിൻ്റെ പിന്നെ എൻ്റെ ഒന്നും കൂടെ സ്കിൽ പോയിന്റ് ഉണ്ട്, അതിനെ കൊണ്ട് നമുക്ക് വണ്ടി കഴുകേണ്ട ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഇനി എൻ്റെ എനിക്ക് തോന്നി എനിക്ക് ബാർഗെയിൻ ചെയ്തിട്ടാണോ കൂട്ടാൻ പറ്റും. ഞാൻ 14,000 റുപ്യ വരെ ഞാനൊരു 20 നോക്കാം. ഓക്കെ, ഇവൻ വിടുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ആൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പം ഭയങ്കര കുറവ് പറയുന്നത്. ഞാൻ വാങ്ങിച്ചിട്ട് ശരിയാക്കിയതിനേക്കാളും കുറവ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ അടിപൊളി പൈസ ആക്കണം. ഓക്കെ, വണ്ടി വിറ്റുപോയി. എന്നെ അത് പറയാൻ പറ്റുന്നത് അപ്പം തന്നെ വണ്ടി വിറ്റുപോയി. എന്നെ ഒരിക്കലും വണ്ടി വാങ്ങിച്ചിട്ട് ഓവറായിട്ട് മോഡിഫൈ ചെയ്യാൻ നിൽക്കൂല. ഈ പ്രത്യേകിച്ച് BMW വേഗം വാങ്ങിച്ചിട്ട് വിറ്റ് കളയും. കുറേ ടൈം എടുത്ത് ഞാൻ വെച്ച് ഓഡിയും കൂട്ടി വാങ്ങാൻ. ഓഡിയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പ്ലേസ് ക്ലോസ് ആയി ഇപ്പോൾ. ഓക്കെ, നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ. Turn it on.